മാവേലിക്കര ലോക്സഭാ അംഗം ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് ഹൈമാർക്ക് ലൈറ്റിൻ്റെ പ്രകാശന കർമ്മമാണ് വിശ്വാസ സമൂഹത്തിൻ്റെയും അതുപോലെ തന്നെ ജനപ്രതിനിധികളുടെയും പൊതുപ്രവർത്തകരുടെയും സാംസ്കാരിക പ്രവർത്തകരുടെയും ആത്മീയ പ്രവർത്തകരുടെയും എല്ലാം സാന്നിധ്യത്തിൽ നടക്കുകയാണ്. മാവേലിക്കര ലോക്സഭാ അംഗം ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് അദ്ദേഹത്തിൻ്റെ ഒരു സേവനമാണ്, സഹായമാണ്, ഐതിഹ്യ പെരുമ കൊണ്ടും ചരിത്ര പ്രാധാന്യം കൊണ്ടും ശ്രദ്ധേയമായ ഒരു ക്ഷേത്രമാണ് ബഹുമാന്യായ അധ്യക്ഷ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി കലാദേവി, സ്വാഗതം ആശംസ പ്രിയങ്കരിയായ വാർഡ് മെമ്പർ ഷീന ജിനു, ആശംസ അർപ്പിക്കുന്ന മുൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർ കൂടിയായ കോൺഗ്രസ് പാർട്ടിയുടെ ബ്ലോക്ക് പ്രസിഡന്റ് ടി എൻ ബിജു, പ്രിയപ്പെട്ട വാർഡ് ഗ്രാമപഞ്ചായത്ത് അംഗം ശ്രീ ജോസൂട്ടി, ക്ഷേത്രോപദേശ സമിതിയുടെ സെക്രട്ടറി സജീവ് വാസുദേവൻ, മണ്ഡല കോൺഗ്രസ് കമ്മിറ്റിയുടെ പിടവൂർ മണ്ഡല കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ശ്രീ വേണുഗോപാൽ, മറ്റ് ബഹുമാന്യരായ ക്ഷേത്രഭരണ സമിതിയുടെ ഭാരവാഹികളെ, പ്രിയപ്പെട്ട ഭക്തജനങ്ങളെ, നാട്ടുകാരെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, പരമ്പറ്റ പരുത്തിമല ശ്രീ കൈലാസ അർദ്ധനാരി ക്ഷേത്രത്തിലെ അതിന്റെ തിരുമുറ്റത്തായി സ്ഥാപിച്ചിരിക്കുന്ന ഉയരവിളക്കിന്റെ സ്വിച്ച് ഓൺ കർമ്മം വളരെ സന്തോഷപൂർവ്വം ഭക്തിയാദരപൂർവ്വം ഞാൻ നിർവഹിച്ചതായി നിങ്ങളെ എല്ലാവരെയും അറിയിക്കുകയാണ്. യഥാർത്ഥത്തിൽ 2024-25 വർഷത്തെ എംപിയുടെ പ്രാദേശിക വികസനം, അതായത് ഈ 18ാം ലോക്സഭ, ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വന്ന 18ാം ലോക്സഭയുടെ MP ഫണ്ടിന്റെ നിർവഹണ നടപടികൾ നടന്നുകൊണ്ടിരിക്കുന്നേ. പക്ഷേ ആ നിർവഹണ നടപടികൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിന് ഈ ലൈറ്റ് കത്തിക്കുന്നത് വേഗത്തിലാക്കണം, ബാക്കി നടപടികളൊക്കെ പിന്നീട് നടത്തിയാൽ മതി, അതിന്റെ പിന്നീട് നടക്കട്ടെ, ഇപ്പോൾ ഉത്സവത്തോടനുബന്ധിച്ച് ലൈറ്റ് കത്തിക്കണമെന്ന് നിർബന്ധമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ അവര് പേപ്പർ വർക്കുകൾ നടത്തിയെങ്കിലും നമുക്ക് ആ സമയത്ത് അത് പൂർത്തിയാക്കാൻ കഴിയില്ല. പക്ഷെ മറ്റുള്ള നമ്മൾ നിർദ്ദേശിക്കപ്പെട്ട ഫണ്ടുകളുടെ വർക്കുകൾ തുടങ്ങിയിട്ടില്ല, അതിന്റെ പേപ്പർ വർക്കൊക്കെ നടക്കുന്നേ ഉള്ളൂ. പക്ഷെ നമ്മുടെ ഈ ക്ഷേത്രത്തിന്റെ ഇത്രയും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം, വളരെ പ്രസിദ്ധമായ അർദ്ധനാരി ക്ഷേത്രം, നമ്മുടെ ഈ ദേശത്താകമാനമുള്ള ഏക അർദ്ധനാരി ക്ഷേത്രം നെല്ലിപ്പരുത്തിമല ക്ഷേത്രം, ഇത് വളരെ വേഗത്തിൽ തന്നെ പ്രശസ്തി ആർജിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്ഷേത്രം എന്ന നിലയിൽ ഈ ക്ഷേത്രത്തിന്റെ ഉത്സവവും തുടർന്നുള്ള ദിവസങ്ങളിലുമൊക്കെ തന്നെ രാത്രികാലങ്ങളിൽ പ്രത്യേകിച്ചും ഈ ക്ഷേത്രത്തിന്റെ തിരുമുറ്റത്ത് ഇത്തരമൊരു വിളക്ക് സ്ഥാപിക്കുന്നത് അനിവാര്യമാണ്, ആവശ്യമാണെന്നുള്ള ഉത്തമ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ക്ഷേത്രഭരണ സമിതിയും അതുപോലെ ജനപ്രതിനിധികളും പാർട്ടിയും ഒക്കെ ആവശ്യപ്പെട്ടനുസരിച്ച് ഒരു ഉയരവിളക്ക് ഇവിടെ സ്ഥാപിച്ചത്. അത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. നിങ്ങളുടെ ആ സന്തോഷത്തിലും അതുപോലെ നിങ്ങളുടെ ആഹ്ലാദത്തിലൊക്കെ ഞാനും പങ്കുചേരുകയാണ്. ഈ ക്ഷേത്രത്തെ സംബന്ധിച്ച് ഇവിടെ ഞാൻ പറയേണ്ട കാര്യമില്ല. ഈ അർദ്ധനാരീശ്വര ക്ഷേത്രം ഒരുപക്ഷെ ഇവിടുത്തെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വളരെ പ്രത്യേകതയുള്ളതാണ്. ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തന്നെ നമുക്കറിയാം, വളരെ ഉയരത്തിലാണ്, വളരെ അധികം മറ്റു ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രമാണ്. ഇവിടുത്തെ പ്രതിഷ്ഠ വളരെ പ്രസിദ്ധമാണ്. അതുകൊണ്ട് തന്നെ ഭാവിയിൽ കൂടുതൽ ഭക്തജനം ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരും എന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പൊ ഈ ക്ഷേത്രത്തിന്റെ സമഗ്രമായ വികസനത്തിന് അത്യാവശ്യമായിട്ടുള്ളത് ലൈറ്റുകളാണ്, വെട്ടമാണ്, വെളിച്ചമാണ്, അതുപോലെ വന്നെത്താനുള്ള റോഡിന്റെ കണക്ടിവിറ്റി സൗകര്യമാണ്. ഞാൻ ഓർക്കുകയാണ്, നമ്മുടെ ആദ്യം തന്നെ ഈ പ്രദേശത്ത് വൈദ്യുതി എത്തിച്ചത് MP പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നാണ്.
അന്ന് MP ഫണ്ട് ആരംഭിച്ച ഒരു കാലഘട്ടത്തിലാണ് 1991-96 കാലഘട്ടത്തിലാണ് ഈ പ്രദേശങ്ങളൊന്നും വൈദ്യുതി എത്താതിരുന്നപ്പോൾ അന്ന് MP ഫണ്ട് ആരംഭിച്ച കാലഘട്ടത്തിലാണ് MP-യുടെ പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ചാണ് ഈ പ്രദേശത്തൊക്കെ തന്നെ ചെറുതും വലുതുമായ വൈദ്യുതി ലൈനുകൾ വലിച്ച് കണക്ഷൻ വൈദ്യുതി ലഭ്യമാക്കിയത്. അതിനുശേഷമാണ് സാർവത്രികമായി വൈദ്യുതി എല്ലായിടത്തും എത്തുന്നതിനുള്ള നടപടികൾ ഉണ്ടായത്. പക്ഷെ ഒരു കാലഘട്ടത്തിൽ വൈദ്യുതി പോലും ഇല്ലാതിരുന്ന ഒരു നാടായിരുന്നു. അന്നാണ് നമ്മൾ MP ഫണ്ടിൽ വൈദ്യുതി ലൈൻ വലിച്ച് എല്ലാ വീടുകളിലേക്കും കറണ്ട് എത്തിച്ചത്. ഇപ്പോൾ ആ പ്രശ്നമില്ല. എന്നാൽ നമുക്ക് ഈ ക്ഷേത്രം വളരെ പ്രസിദ്ധമായ ഒരു ക്ഷേത്രമായി മാറണം. കൂടുതൽ ഭക്തജനങ്ങൾ എല്ലാ ഭാഗത്തും എത്തണം. അതിന് അടിസ്ഥാന സൗകര്യം ഉണ്ടാകണം. അപ്പോൾ ഏറ്റവും പ്രധാനം റോഡാണ്, അതുപോലെ തന്നെ വൈദ്യുതിയാണ്, വെളിച്ചമാണ്. ഇപ്പൊ ഇവിടെ തന്നെ ഞാൻ പറഞ്ഞു, ഈ ചുറ്റുപാടും കാട്ടുപന്നികളുടെ ശല്യം കൊണ്ട് മനുഷ്യന് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഉള്ളത് എന്ന് പറയുന്നത്. പന്നി ശല്യം വളരെ രൂക്ഷമാണ്. അപ്പൊ ഇത്രയും സാധാരണ വലിയ ടൗണുകളോ ജംഗ്ഷനുകളോ ഒന്നും അല്ലാത്ത വളരെ അധികം ജനവാസമുള്ള മേഖലയില്ലാതെ സ്ഥിതി ചെയ്യുന്ന ഈ അമ്പലത്തിൽ രാത്രികാലങ്ങളിൽ അതുപോലെ തന്നെ വെളുപ്പാങ്കാലത്തൊക്കെ തന്നെ ഇവിടെ നടക്കുന്ന പൂജാതി കർമ്മങ്ങളിലൊക്കെ തന്നെ നമ്മുടെ ക്ഷേത്രം മേൽശാന്തിമാർക്കും മറ്റു ഭക്തജനങ്ങൾക്കൊക്കെ ഇവിടെ എത്തിച്ചേരണമെങ്കിൽ നല്ലൊരു വെട്ടം ആവശ്യമാണ്, നല്ലൊരു പ്രകാശം ആവശ്യമാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ആവശ്യപ്പെട്ടത്. അതുകൊണ്ട് ഈ ലൈറ്റ് ഇവിടെ സ്ഥാപിക്കുന്നത് ഈ ക്ഷേത്രത്തിന്റെ വളർച്ചയ്ക്ക് സഹായകരമാകും. ക്ഷേത്രത്തിലേക്ക് ഭക്തജനങ്ങൾ വരുന്നതിന് അവർക്ക് ബുദ്ധിമുട്ടില്ലാതെ വരും. അതുപോലെ ക്ഷേത്രത്തിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ സഹായകരമായ ഒരു നടപടിയായിരിക്കും എന്ന് നിങ്ങൾക്ക് തോന്നിയത് കൊണ്ടാണ് ഇവിടെ ലൈറ്റ് സ്ഥാപിക്കാൻ നിങ്ങൾ എന്നെ സമീപിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇതിവിടെ സ്ഥാപിച്ചത്. നമ്മുടെ ക്ഷേത്രങ്ങളായിരുന്നാലും മറ്റ് ആലയങ്ങളായിരുന്നാലും അവിടെ എവിടെയൊക്കെ ലൈറ്റുകൾ ഇതുപോലെ ഉയരവിളക്കുകൾ ആവശ്യപ്പെട്ടു, ഐമാസ് ലൈറ്റുകൾ ആവശ്യപ്പെട്ടിട്ട് അവിടെ എല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ തൊട്ടടുത്ത് നമ്മള് അതിന്റെ മിക്കവാറും എല്ലാ ക്ഷേത്രങ്ങളുടെ മുന്നിലും നമ്മള് ആവശ്യപ്പെട്ടിടത്തെല്ലാം ഉയരവിളക്കുകൾ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ആവശ്യമാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത്തരം വിളക്കുകൾ ആവശ്യമാണ്. അതുകൊണ്ട് ആണ് ഇവിടെയും ഇത് സ്ഥാപിച്ചത്. തീർച്ചയായും മറ്റ് വിളക്കുകളിൽ നിന്ന് വ്യത്യസ്തമായി കുറെ കൂടി ഉയരത്തിൽ ഈ പ്രകാശം ഈ ക്ഷേത്രത്തിന്റെ എല്ലാ ഭാഗത്തും ലഭിക്കത്തക്ക രീതിയിൽ ഈ ലൈറ്റ് ഇത്രയും ഉയരത്തെ സ്ഥാപിച്ചത്. ചിലയിടത്തൊക്കെ ചില ക്ഷേത്രങ്ങളൊക്കെ ആദ്യം അവർ പറയും ഞങ്ങൾക്ക് കിഴക്കേ നടയിലാണ് ലൈറ്റ് വേണ്ടത്. കിഴക്കേ നടയിൽ കൊടുക്കുമ്പോൾ പറയും അതല്ല, പടിഞ്ഞാറേ നടയും കൂടി പ്രധാനപ്പെട്ട അതാണ്, അതുകൊണ്ട് അവിടെയും കൂടി ലൈറ്റ് വെക്കണം. പല ക്ഷേത്രങ്ങൾക്കും കിഴക്കേ നടയിൽ കൊടുത്തു, അല്ലെങ്കിൽ ഫ്രണ്ടിൽ കൊടുക്കുമ്പോൾ പിന്നെ പടിഞ്ഞാറേ നടയിലും വേണമെന്ന് ആവശ്യം. അങ്ങനെയും പല ക്ഷേത്രങ്ങളിൽ നമ്മൾ ലൈറ്റ് കൊടുക്കുന്നു. ഒരു ക്ഷേത്രത്തിൽ തന്നെ കിഴക്കേ നടയിലും പടിഞ്ഞാറേ നടയിലും ഇതുപോലെ ലൈറ്റുകൾ വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ക്ഷേത്രങ്ങൾ നല്ല രീതിയിൽ പ്രവർത്തിക്കണം. വിശ്വാസികൾ അല്ലെങ്കിൽ ഭക്തജനങ്ങൾക്ക് സൗകര്യപ്രദമായി വരാനുള്ള സൗകര്യങ്ങൾ നമ്മൾ ഒരുക്കണം. അതിന് ക്ഷേത്ര ഭരണസമിതി മാത്രം വിചാരിച്ചാൽ എല്ലാ കാര്യവും നടക്കും. ദേവസ്വം ബോർഡിന് തന്നെ എല്ലാം കടം നടക്കില്ല. അപ്പോൾ ക്ഷേത്ര ഭരണസമിതിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ വിചാരിച്ചാൽ എല്ലാ കാര്യങ്ങളും നടത്താൻ കഴിയില്ല. അപ്പൊ അങ്ങനെ ഒരു ക്ഷേത്രത്തിന്റെ പ്രവർത്തനത്തിന് ജനപ്രതികളായ ഞങ്ങളുടെയൊക്കെ സഹായം ആവശ്യമാണെങ്കിൽ അതിൽ ഞങ്ങൾക്ക് തീർച്ചയായും പങ്കാളിയാകണം. നമ്മുടെ ആരാധനാലയങ്ങൾ, നമ്മുടെ വിശ്വാസം, നമ്മുടെ ക്ഷേത്രങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാം നല്ല രീതിയിൽ ഭംഗിയായ രീതിയിൽ പ്രവർത്തിക്കണം. കാരണം വിശ്വാസവും അതുപോലെ തന്നെ നമ്മുടെ ക്ഷേത്രങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ, സാമൂഹിക ജീവിതത്തിൽ വലിയ മാറ്റങ്ങളാണ് വരുത്തുന്നത്. നമ്മുടെ വിശ്വാസമാണ് നമുക്ക് എപ്പോഴും ആശ്രയമാണ്. നമ്മുടെ ക്ഷേത്രങ്ങളാണ് നമ്മളെ ഏറ്റവും കൂടുതൽ നമുക്ക് ആത്മശാന്തി നൽകുന്നത്. അതുകൊണ്ട് തന്നെ ക്ഷേത്രങ്ങൾ നല്ല രീതിയിൽ പ്രവർത്തിക്കണം. അവിടെ ഭക്തജനങ്ങൾ വരണം. അവര് കൂടുതൽ സമയം അവർക്ക് വരാനുള്ള സൗകര്യങ്ങൾ, ചെലവഴിക്കാനുള്ള സൗകര്യങ്ങൾ ഇതൊക്കെ നമ്മൾ ഒരുക്കി കൊടുക്കണം. അതിനെ ക്ഷേത്ര ഭരണസമിതിക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് ജനപ്രതികളായ ഞങ്ങളുടെ കടമ. ആ കടമ നിർവഹിക്കാൻ ആരൊക്കെ ക്ഷേത്ര ഭരണസമിതികളായിരുന്നാലും മറ്റ് ദേവാലയങ്ങൾ, പള്ളികളായിരുന്നാലും മോസ്കുകളായിരുന്നാലും മറ്റ് ഗുരുമന്ദിരങ്ങളായിരുന്നാലും ആശ്രമങ്ങൾ ഉൾപ്പെടെയുള്ള അത്തരം കേന്ദ്രങ്ങൾക്ക് പ്രത്യേകമായ പരിഗണന നൽകിയിട്ടുണ്ട്, നൽകുന്നുമുണ്ട് എന്ന കാര്യം അറിയിക്കുക. ഈ ലൈറ്റിന്റെ സ്വിച്ച് ഓൺ കർമ്മവുമായി ബന്ധപ്പെട്ട് ഇത്രയും നാട്ടുകാര്
ഈ നാട്ടിലെ ഇവിടെ വിവിധ സ്ഥലങ്ങളിൽ താമസിക്കുന്നവര് ഭക്തജനങ്ങള് ഇത്രയും പേര് സ്ത്രീകളടക്കമുള്ള നിങ്ങൾ എത്രയോ നേരത്തെ വന്നു. ഞാൻ തന്നെ പറഞ്ഞത് 7 മണി കഴിഞ്ഞ് ഞാൻ എത്തുള്ളൂ. കാരണം 7 മണിക്ക് ശേഷം ലൈറ്റ് സ്വിച്ച് ഓൺ നടത്തിയാൽ മാത്രമേ സൂര്യൻ പൂർണ്ണമായും അണഞ്ഞതിന് ശേഷം മാത്രമേ എത്രത്തോളം വെട്ടം ലഭിക്കുകയുള്ളൂ എന്ന് നമുക്ക് നേരിട്ട് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് 7 മണിക്ക് ശേഷം സ്വിച്ച് ഓൺ കർമ്മം നടത്തുന്നതായിരിക്കും ഉചിതമെന്ന് ഞാൻ KM ബിജുവിനോട് പറഞ്ഞതാണ്. അതുകൊണ്ട് ചില പറഞ്ഞ് 6 മണിക്ക് വന്നു. അത് സ്ഥലമില്ല. പക്ഷേ ഇപ്പോൾ ഈ ലൈറ്റ് സ്വിച്ച് ഓൺ കർമ്മം നടത്തിയപ്പോൾ തീർച്ചയായും ഈ അമ്പലത്തിന്റെ ചുറ്റുപാടുകളെല്ലാം തന്നെ പ്രകാശപൂരിതമായിരിക്കുന്നു. ഇഴജന്തുക്കളുടെയും അതുപോലെ തന്നെ വന്യമൃഗങ്ങളുടെയും ഒക്കെ ഏത് തരത്തിലുള്ള ശല്യമുണ്ടായാലും അതൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള ഒരു വെളിച്ചം ഇവിടെ രാവിലെ മുതൽ നടക്കും. അതിൽ വൈകുന്നേരം മുതൽ വെളുപ്പാങ്കാലത്ത് വരെ ലഭിക്കും. ഇതിനൊക്കെ നേതൃത്വം വഹിച്ച ക്ഷേത്ര ഭരണസമിതിയോടും അതുപോലെ വിശ്വാസികളോടും ഭക്തജനങ്ങളോടും അതുപോലെ പാർട്ടിക്കാരോടും മെമ്പർമാരോടും എല്ലാവരോടും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. ഇത്തരമൊരു ലൈറ്റ് വിളക്ക് ഈ ഉയരവിളക്കൂടെ സ്ഥാപിക്കാൻ തീരുമാനിച്ചപ്പോൾ അതിനാവശ്യമായ അനുമതി നൽകിയ പഞ്ചായത്ത് ഭരണസമിതിയോട് പ്രത്യേകിച്ചും നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റിനോടും എല്ലാവരോടും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. കാരണം ഇനി ഈ ലൈറ്റിന്റെ പരിചരണം ഈ ലൈറ്റിന്റെ എല്ലാ ഉടമസ്ഥാവകാശം പഞ്ചായത്തിനാണ്. ഈ ലൈറ്റിൽ ആവശ്യമായ കറണ്ട് ചെലവാകുന്ന കറണ്ട് ലൈറ്റ് കത്തുമ്പോൾ എരിയുന്ന കറണ്ടിന്റെ ചാർജ് മാസം തോറും അത് ഇലക്ട്രിസിറ്റി ബോർഡിന് അടയ്ക്കേണ്ടത് പഞ്ചായത്താണ്. 3 വർഷം വാറണ്ടിയുണ്ട്. 3 വർഷം കഴിഞ്ഞാൽ പിന്നെ ഏതെങ്കിലും തരത്തിൽ ലൈറ്റ് കേടായാൽ അതിന്റെ മെയിന്റനൻസ് ചെയ്യേണ്ടത് പഞ്ചായത്തിന്റെ തനത് ഫണ്ടിൽ നിന്നാണ്. അപ്പോൾ ഇതെല്ലാം പഞ്ചായത്ത് കൂടി സമ്മതിച്ചാൽ മാത്രമേ ലൈറ്റ് വയ്ക്കാൻ പറ്റൂ. പഞ്ചായത്ത് പറയുന്നത് പഞ്ചായത്തിന്റെ ഫണ്ടില്ല, ഞങ്ങൾക്ക് ഇങ്ങനെ എല്ലായിടത്തും കൊണ്ട് ലൈറ്റ് വെച്ചാൽ ഞങ്ങൾക്ക് ഫണ്ടില്ല, മൈനസ് ഉള്ള അല്ലെങ്കിൽ ഇത്രയും ലൈറ്റുകൾക്ക് കറണ്ട് ചാർജ് കൊടുക്കാനുള്ള ഫണ്ടൊന്നും പഞ്ചായത്തിലില്ല എന്ന് പറഞ്ഞ് പഞ്ചായത്ത് വിസമ്മതിച്ചാൽ നമുക്ക് ലൈറ്റ് വെക്കാൻ പറ്റത്തില്ല. കാരണം മാസം തോറും എരിയുന്ന കറണ്ടിന്റെ ചാർജ് കൊടുക്കേണ്ടത് പഞ്ചായത്താണ്. അപ്പൊ അത്തരത്തിൽ ഇത്തരം ഒരു ലൈറ്റ് ഇവിടെ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട MPയുടെ നിർദ്ദേശം അത് പഞ്ചായത്തിൽ വന്നപ്പോൾ പഞ്ചായത്ത് ഭരണസമിതി പഞ്ചായത്ത് കമ്മിറ്റി ഏകകണ്ഠമായി ഈ ലൈറ്റ് ഇവിടെ സ്ഥാപിക്കുന്നതിന് ആവശ്യമായ എല്ലാ അനുവാദവും NOC നൽകി കറണ്ട് ചാർജ് ഉൾപ്പെടെ അടയ്ക്കാമെന്ന് സമ്മതപത്രം കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ലൈറ്റ് നമുക്കിവിടെ സ്ഥാപിച്ച് ഇന്ന് കത്തിക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റിനെയും പഞ്ചായത്ത് മെമ്പറെയും ബന്ധപ്പെട്ട എല്ലാവരെയും ഞാൻ നന്ദി, ഇവിടുത്തെ ഭക്തജനങ്ങൾക്ക് വേണ്ടി പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയാണ്. മറ്റു കാര്യങ്ങളാണ് ഇത്തവണ ഈ ഉത്സവം വളരെ നല്ല രീതിയിൽ നടന്നു. തുടർന്ന് ഈ ക്ഷേത്രത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളും നമ്മുടെ നാടിന് ഐശ്വര്യം നൽകട്ടെ. നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് ഈ ക്ഷേത്രത്തിന്റെ മഹനീയമായ സാന്നിധ്യം മൂലം തീർച്ചയായും കൂടുതൽ ഐശ്വര്യവും ജീവിതത്തിൽ സമാധാനവും ഉണ്ടാകുമാറാകട്ടെ. അപൂർവമായ പ്രതിഷ്ഠയുള്ള ഈ ക്ഷേത്രം അർദ്ധനാരീശ്വര ക്ഷേത്രം നമ്മുടെ താലൂക്കിൽ മാത്രമല്ല നമ്മുടെ ജില്ലയിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമായി വളർന്ന് വരട്ടെ, പുരോഗതിയിലേക്ക് പോകട്ടെ. അങ്ങനെ നാടിന്റെ നാനാഭാഗത്തുനിന്നായി ധാരാളം ഭക്തജനങ്ങൾ എത്തുന്ന ഒരു ക്ഷേത്രമായി ഭാവിയിൽ പ്രശസ്തി ആർജിക്കുന്ന ഒരു ക്ഷേത്രമായി ഇത് മാറട്ടെ. ഈ ക്ഷേത്രം മാറട്ടെ. അതിന് ഈ ഉയരവിളക്ക് സഹായകരമാകട്ടെ. മറ്റ് അടിസ്ഥാന സൗകര്യ വികസനത്തിന് ക്ഷേത്രത്തിന്റെ മുന്നോട്ട് വയ്ക്കുന്ന എല്ലാ കാര്യങ്ങളിലും MP എന്ന നിലയിലുള്ള എന്റെ സഹായവും സഹകരണവും എല്ലാം എപ്പോഴും ഉണ്ടാകുമെന്ന് ഒരിക്കൽ കൂടി ക്ഷേത്ര ഭരണ സമിതിക്ക് ഉറപ്പ് നൽകിക്കൊണ്ട് നിങ്ങൾ എന്നോട് കാണിക്കുന്ന സ്നേഹത്തിനും എനിക്ക് നൽകിയിട്ടുള്ള സഹായത്തിനും പിന്തുണയ്ക്കും എല്ലാം ഈ പ്രദേശത്തുള്ള അരുവിത്ര പരമ്പറ്റ പ്രദേശത്തുള്ള നാട്ടുകാരോട് ഭക്തജനങ്ങളോട് എല്ലാവരോടുള്ള നിസ്സീമമായ നന്ദി ഞാൻ ഒരിക്കൽ കൂടി അറിയിക്കുന്നു. ഇത്തവണയും നിങ്ങളുടെ ജനപ്രതിനിധിയായി പ്രവർത്തിക്കുവാൻ അവസരം നൽകിയ എല്ലാ നാട്ടുകാരോടും ഞാൻ വീണ്ടും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് MPയുടെ പ്രാദേശിക വികസന ഫണ്ടിന് അനുവദിച്ച തുക ഉപയോഗിച്ച് ഈ ക്ഷേത്രത്തിന്റെ അർദ്ധനാരീശ്വര ക്ഷേത്രത്തിന്റെ തിരുമുറ്റത്തായി പരുത്തിമല ശ്രീ കൈലാസം അർദ്ധനാരീ ക്ഷേത്രത്തിന്റെ തിരുനടയിലായി തിരുമുറ്റത്തായി സ്ഥാപിച്ച ഈ ഉയരവിളക്കിന്റെ ഔപചാരികമായ സ്വിച്ച് ഓൺ കർമ്മം നിങ്ങളുടെ എല്ലാവരുടെയും മഹനീയമായ സാന്നിധ്യത്തിൽ ഞാൻ നിർവഹിച്ചതായി ഭക്ത്യാദരപൂർവ്വം അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ജയ്.